സത്യം പറഞ്ഞുണ്ടല്ലോ, ഷൂട്ടിന്റെ ഇടയിൽ കിട്ടുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, അതായത് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഷൂട്ട് പോകുമ്പോൾ ഇടയിൽ ഒരു ദിവസം അങ്ങനെ ഗ്യാപ്പ് കിട്ടുമ്പോൾ, 2 ദിവസം അങ്ങനെ ഗ്യാപ്പ് കിട്ടുമ്പോൾ, ആ ദിവസങ്ങളാണ് ഞങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുക, അതായത് സെൽഫ് പാമ്പർ ചെയ്യാനും ഒന്ന് റെസ്റ്റ് എടുക്കാനും കിട്ടുന്ന ഒരു അവസരം കേട്ടോ. വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, അതായത് ഫ്രീ ടൈം ആണെങ്കിലും ബാക്കി ഇപ്പൊ ഫാമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതിൽ കുറെ കാര്യങ്ങളിൽ നമ്മൾ ഭയങ്കര ബിസിയും കാര്യങ്ങളായിട്ട് അങ്ങനെ അങ്ങ് നടക്കും. കോഫി ടൈം. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് അമ്മ ദാ കുളിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അമ്മ കുളിച്ചിട്ട് വരുമ്പോഴുള്ള കോലാട്ടോ ഇത്. പൗഡറൊക്കെ ഇങ്ങനെ അപ്പി. ഒന്ന് വന്ന് കാണിച്ചു കൊടുത്തേ, ഒന്ന് വന്ന് കാണിച്ചു കൊടുത്തേ, ഇങ്ങ് വന്നേ. ഭയങ്കര കോമഡിയാ. ഞാനിപ്പോ പറഞ്ഞിട്ട് തൂത്തിട്ട് വന്നിരിക്കാട്ടോ, വരുമ്പോ കാണണായിരുന്നു. ഇത് കണ്ട വിക്രം മാസ്റ്റർ വിക്രം. അതിലും കഷ്ടമായിട്ടുള്ള ലെവലിലായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോ. അപ്പൊ അതാ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നേരെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഞാൻ ഓർഡർ ചെയ്തത് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. അപ്പൊ ഇഡ്ഡലിക്ക് നല്ല അടിപൊളി റെഡ് ചട്നി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ തേങ്ങാ ചട്നി ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഇവിടെ തന്നെ പുഴുങ്ങിയെടുത്ത മുട്ടയാട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങള് കുറച്ച് ചപ്പടാച്ചി വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണേ. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് ശുദ്ധമായി ശ്വസിക്കാനും ഒന്ന് നടക്കാനും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു കേട്ടോ. ഇവിടെ റൂമിലുണ്ടല്ലോ, ഞാൻ കുഞ്ഞ് കിച്ചൺ സെറ്റ് പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഇരിക്കുന്ന സംഭവം കണ്ടോ, നമ്മുടെ വീട്ടിലുണ്ടായ ഗോവയ്ക്ക കേട്ടോ. അപ്പൊ ഞാൻ ഷൂട്ടിലേക്ക് വരുന്നതിന് മുമ്പ് അവിടെ നിന്ന് പൊട്ടിച്ചെടുത്തുകൊണ്ട് വന്നതാണ് ഈ ഇരിക്കുന്ന ഗോവയ്ക്ക. അപ്പത്തേനും അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ഇളനീർ കുഴമ്പൊന്ന് ഇട്ട് കൊടുക്കണോ, അമ്മയ്ക്ക് എന്തോ ഒരു നീരിറക്കം പോലെയാണ്. അപ്പോഴാണ് ഞാൻ അറിയണത് ഇത് നീരിറക്കത്തിനും യൂസ് ചെയ്യും അല്ലേ ഇതെന്ന്. ആക്ച്വലി ഞാൻ വിചാരിച്ചു ഈ കണ്ണിൽ അഴുക്കൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൊടിയൊക്കെ പോയി കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്നതാണെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു കേട്ടോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ഉച്ചയായി കേട്ടോ. അപ്പൊ ഞാൻ വീണ്ടും ഫുഡ് ഓർഡർ ചെയ്തു ഗൈസ്. താങ്ക് യു. അപ്പൊ ഇന്ന് എന്തായാലും ലീവാ. അപ്പൊ എന്തായാലും നമ്മൾ ആർമാദിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇഷ്ടമുള്ളതൊക്കെ വലിച്ചു വാരി കഴിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, കമോൺ. സോ ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ. നല്ല അടിപൊളി മഷ്റൂം ബിരിയാണി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് മഷ്റൂം ബിരിയാണി ഓർഡർ ചെയ്തത് കേട്ടോ. എനിക്കിതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. മഷ്റൂം ബിരിയാണി ഞാൻ ഫസ്റ്റ് ടൈം അത് ട്രൈ ചെയ്യുന്നത് കേട്ടോ. ശരിക്കും പുലാവ് പോലെ ഉണ്ട്. മഷ്റൂം ബിരിയാണി ഞാൻ വീട്ടിലുണ്ടാക്കും പുലാവ്, നവരത്ന പുലാവ്. നവരത്ന പുലാവ് പറഞ്ഞാൽ അതില് കുറേ ഐറ്റംസ് ഉണ്ടാവും. ക്യാരറ്റ്, ഗ്രീൻ പീസ്, ഇതുപോലെ പട്ടാണി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതിന് നല്ല രസം. ഇങ്ങനെ നമ്മൾ ഈ നവരത്ന മോതിരൊക്കെ കാണുമ്പോൾ ഒരു ഫീൽ ഇല്ലേ, അതാണ് ആ ചോറ് കാണുമ്പോൾ. കാരണം കുറേ സാധനങ്ങളുള്ളതുകൊണ്ടേ. പിന്നെ സാധനം കൂടി ഇടും. എന്താന്ന് പറയാമോ? കുങ്കുമപ്പൂ. കുങ്കുമപ്പൂ അല്ല, അതിടൂലേ? അതിടും. അല്ലാണ്ട് വേറെ സാധനം ഇടും. നമ്മുടെ ഉരുണ്ട കളറിൽ ഉണ്ടാകുന്ന സോയ. സോയനാണ് ഈ ഉരുണ്ട സാധനം എന്ന് പറഞ്ഞ മുന്നേ. ഉച്ചഭക്ഷണത്തിന് ശേഷം ഒരു പഴം, അത് നിർബന്ധ. എനിക്ക് പടം കാണാം. ഉറങ്ങിട്ടാണ് എനിക്ക് പടം കാണാം. എനിക്ക് come on, get up. പടം കാണാം. നാളെ ഷൂട്ട് തുടങ്ങി കാണാൻ പറ്റൂല. 5 മിനിറ്റ് റിലാക്സ് ചെയ്തിട്ട്. ഇപ്പൊ നമ്മൾ കറക്റ്റ് 5 മിനിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞ് എണീക്കാന്നാ പറഞ്ഞേക്കണേ. ഇങ്ങനെയുള്ള അസുഖം ആർക്കൊക്കെ ഉണ്ട്? അവള് നല്ലോണം ഉറങ്ങും, ബാക്കിയുള്ളവർ ഉറങ്ങണ ഭയങ്കര ദേഷ്യമാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ എല്ലാവരും ഉറങ്ങിക്കോട്ടെ. നമ്മൾ എണീക്കുമ്പോൾ പ്രത്യേകിച്ച് അമ്മമാരെ നമ്മൾ ഉറങ്ങാൻ സമ്മതിക്കരുത്. അത് നമ്മുടെ മൗലിക അവകാശമാണ്, നമ്മൾ ജനിച്ചപ്പോൾ തൊട്ടുള്ള അവകാശമാണ്. നമ്മൾ എഴുന്നേറ്റിരിക്കുമ്പോൾ അമ്മമാരും എഴുന്നേറ്റിരിക്കണം. Come on, get up, get up. അമ്മയുടെ തലോണിയുടെ സൈഡിലുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഇളനീർ കുഴമ്പ്, അല്ല ഇളനീർ തന്നെ, ഞരമ്പെണ്ണ, വിക്സ്, ഒക്ട്രിവിൻ, ഇളനീർ കുഴമ്പ്.
ഇതൊന്നും ഇല്ലാണ്ട് അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റൂല. അങ്ങനെ ഉറങ്ങിക്കിടന്ന അമ്മേനെ ഞാൻ കുത്തിപ്പൊക്കി സിനിമ കാണാൻ വേണ്ടി വിളിച്ച് കുത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏത് സിനിമയാണെന്നല്ല, ഇപ്പോൾ ആമസോൺ പ്രൈമിൽ എന്താണ്ട് ഒരു പുതിയ മൂവി വന്നിട്ടുണ്ട്, സെയ്ത്താൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ മൂവി കാണാമെന്നും പറഞ്ഞിരിക്കുവാണേ. ഒരാൾ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ചിരുത്തിയപ്പോൾ എന്താ ഒരു സുഖം. എങ്ങനെയുണ്ടായിരുന്നു അമ്മേ പടം? അയ്യോ, കൊറേ നാളുകൾക്ക് ശേഷം മാധവന്റെ നല്ലൊരു പടം കണ്ട്, അടിപൊളിയായിരുന്നു കേട്ടോ. മാധവനെ ഭയങ്കര ഇഷ്ടമാണ്, ജ്യോതികനെ ഭയങ്കര ഇഷ്ടമാണ്, അജയ് ദേവഗനെ പക്ഷെ ഈ പടത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതെ, അപ്പം ആരെങ്കിലും കാണാൻ ഉദ്ദേശിക്കണമെങ്കിൽ വേഗം പോയി കണ്ടോളൂ കേട്ടോ, അടിപൊളി പടമാണേ. അപ്പം ഞാൻ ഇനി കുറച്ച് സെൽഫ് പാമ്പറിങ്ങിന് നിൽക്കട്ടെ കേട്ടോ. ഞാൻ മുടി നോക്കിയപ്പോൾ ഉണ്ടല്ലോ, നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഡെയിലി ഷൂട്ടിന് പോകുമ്പോഴത്തേനും ഡെയിലി നമ്മൾക്ക് ഹീറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നമുക്ക് എണ്ണയിട്ട് തപ്പി നന്നായിട്ട് കുളിക്കാന്ന്. ഇത് നമ്മുടെ വാച്ചമ്മ എനിക്ക് ഉണ്ടാക്കി തന്ന് വിടുന്ന കാച്ചെണ്ണയാണ് കേട്ടോ. നമ്മുടെ വാച്ചമ്മയുടെ സ്വന്തം കാച്ചെണ്ണ. ഇത് ഉണ്ടാക്കുന്ന വിധമൊക്കെ ഞാൻ പണ്ട് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോഴത്തേനെക്കാട്ടിയും എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് വീട്ടിൽ നിറയെ ചെമ്പരത്തി ഉണ്ടല്ലോ. അപ്പൊ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് തന്നെ ചെമ്പരത്തി ആയിട്ടിട്ടിരിക്കുന്നത്. നല്ല തണുപ്പാട്ടോ, ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഇടുമ്പോ തന്നെ നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും ആ ഒരു തണുപ്പും ഇതൊക്കെ. ആക്ച്വലി ഇതിൽ 25ഓളം ഹെർബ്സ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. വാച്ചിമ്മ എവിടേക്കോ തപ്പപ്പിടിച്ച് കഷ്ടപ്പെട്ട് എനിക്ക് ചെയ്തു തന്നതാണ്. പിന്നെ ഞാൻ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ, ഒന്ന് നന്നായിട്ട് ക്ലീൻ അപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ സെൽഫ് കെയർ എന്നും പറഞ്ഞുകൊണ്ടിരിക്കാറുള്ളൂ. അപ്പൊ ചെയ്യുമ്പോൾ വൃത്തിയിൽ ചെയ്യാന്ന് വിചാരിച്ചു. എന്തേയും അപ്പൊ ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴത്തേനും നോക്കിയപ്പോൾ അമ്മതാ എനിക്ക് നല്ല അടിപൊളി കട്ടൻ ചായ ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ കുട്ടി കിച്ചൺ സെറ്റപ്പിൽ കട്ടൻ ചായ ഉണ്ടായിരുന്നു, പിന്നെ സാമ്പാർ വടയും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾക്ക് കൊച്ചിക്കാർക്ക് ഉണ്ടല്ലോ ഈ സുലൈമാനി കഴിഞ്ഞ ബാക്കി എന്തുള്ളൂ കേട്ടോ. എന്ത് കോഫി ഉണ്ട് ചായ ഉണ്ടെന്ന് പറഞ്ഞാലും കട്ടൻ ചായ പോലെ വരുമോ സാറേ. അപ്പൊ ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി ആക്ച്വലി ഞങ്ങൾ തൊട്ടടുത്ത് അമ്പലം ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങോട്ടേക്ക് പോയിട്ട് കുറച്ച് പോസിറ്റീവ് എനർജി ഗ്രാബ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പൊ അമ്പലത്തിലൊക്കെ പോയി അവിടെ നിന്ന് വന്ന വഴിക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാനൊരു ഗ്രീൻ ടീ സാഷീസ് അതൊരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഞാൻ ഹോർലിക്സ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി അതും ഞാൻ വാങ്ങിച്ചു കേട്ടോ. എന്തെടുക്കുവാ? ഗോവക്കറിയാ, ഒരു കറി നമ്മൾ ഉണ്ടാക്കണമല്ലോ. ഇത് നമ്മുടെ എവിടത്തെ ഗോവക്കയാ? നമ്മുടെ വീട്ടിലുണ്ടായ ഗോവക്കയാ, നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഗോവയ്ക്കാട്ടോ. ഗോവക്ക നമ്മൾ എന്തായാലും ഉണ്ടാക്കും. ഗോവയ്ക്ക പൊട്ടിക്കുന്നത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. ലൊക്കേഷൻ ഇന്നിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാളെ രാവിലെ കറക്റ്റ് 6 മണിക്ക് തന്നെ വണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാട്ടോ അമ്മ ഗോവയ്ക്ക റെഡിയാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും പോയിട്ട് ഹെൽപ്പ് ചെയ്യട്ടെ. അങ്ങനെ ഞങ്ങൾ ഗോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ പോവാണേ, നാളെ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചട്ടി ചൂടായിട്ടുണ്ട്. ആക്ച്വലി താഴെ നമ്മുടെ മുമ്പിൽ ഒരു ചെറിയ കിച്ചൺ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ, ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിലും നമ്മൾ ഇങ്ങനത്തെ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങോട്ടേക്ക് വരും കേട്ടോ. അവിടെ ചെറിയ ചായ ഉണ്ടാക്കി കഴിക്കുക, ഇത്തിരി ചൂടുകൾ ഉണ്ടാക്കി കഴിക്കുക, അതൊക്കെ അവിടെ നടക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള കുക്കിങ്ങിനൊക്കെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരേ. അങ്ങനെ കടുകൊക്കെ ചിട്ടപ്പെട്ടപ്പെടാന്ന് പറഞ്ഞ് പൊട്ടിയതിന് ശേഷം നമ്മൾ സവാള ഇതുപോലെ അരിഞ്ഞിടും കേട്ടോ. ഞങ്ങൾ ആക്ച്വലി ഈസിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഹാഫ് കട്ടായിട്ടാട്ടോ സവാള അരിഞ്ഞിടാം. പിന്നെ നമ്മുടെ കറിവേപ്പില ഇട്ടു. സംഭവം എന്താണെന്നറിയോ, ഉപ്പ് എടുക്കാൻ വിട്ടുപോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി താഴത്തേക്ക് പോകണം. ഈ മുകളിലേക്ക് കയറി വരാനുള്ള മടിയുള്ളതുകൊണ്ടാണ് ഒരു ചെറിയ കിച്ചൺ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ താഴെ പോയിട്ട് നമ്മൾ ഉപ്പ് എടുത്തിട്ട് മുകളിലേക്ക് വരണം. അപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം എടുത്തത്, കീ എടുത്തിട്ടില്ല. റൂമിന്റെ കീ അമ്മയുടെ കയ്യിലായി പോയി. പിന്നെ ഇതാ കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും കേട്ടോ. വെളുത്തുള്ളി ആക്ച്വലി എല്ലാ കറിക്കും ഇടുന്നത് നല്ലതാട്ടോ. ഈ ഗ്യാസ് ട്രബിൾസും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. നമ്മൾ വീട്ടിൽ എല്ലാ കറിക്കും ഇടാറുണ്ട് കേട്ടോ. മഞ്ഞപ്പൊടി ഇടണില്ലേ?
വെന്ത് കഴിയുമ്പോൾ മഞ്ഞപ്പൊടി ഇടാം കേട്ടോ. പച്ചമുളകും മഞ്ഞപ്പൊടി. അങ്ങനെ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നേ. ആക്ച്വലി ഇങ്ങനെ വർത്താനം പറഞ്ഞ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ. നിങ്ങൾ വീട്ടിൽ അമ്മമാരൊക്കെ ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുവാണെങ്കിലേ ഒന്ന് പോയി വെറുതെ ഒന്ന് വർത്താനം പറഞ്ഞ് നിന്ന് നോക്ക് കേട്ടോ. ഭയങ്കര രസമായിരിക്കും അത്. നോക്കിട്ടേക്ക്. പാകമായിട്ടുണ്ട്. പാകമായിട്ടല്ലേ? ഗോവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി. നൈറ്റ് ആയപ്പോഴത്തേനും ഞാനൊരു വെറൈറ്റി ഷെറ്റപ്പ് സാധനം ഒന്ന് ഓർഡർ ചെയ്ത് കേട്ടോ. എന്താ സംഭവം എന്നറിയാവോ? നമ്മുടെ പൊതിച്ചോറ് പോലെ പൊതി പൊറോട്ട. പൊറോട്ടയിൽ ആ ഗ്രേവി ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, കാണാൻ നല്ല ഷെറ്റപ്പ് ആയിരുന്നു ഗൈസ്. അടിപൊളി, രക്ഷയില്ല കേട്ടോ. അപ്പം ഞാൻ വേഗം കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ, നാളെ രാവിലെ ഷൂട്ടിന് പോകാനുള്ളത്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.